Boche Gold and Diamonds. Buy now, pay later. കേരള പ്രവാസി സംഘം സമ്മേളനം ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി ശ്രീ എ.പി. അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം കേരള പ്രവാസി സംഘം സമ്മേളനം കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എ.പി. അഷറഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കാസിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന പരിപാടിയിൽ SSLC +2 ക്ലാസുകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പി.കെ. ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് സി. മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റ് മോഹൻ, വൈസ് പ്രസിഡന്റ് വിജയശ്രീ രാമകൃഷ്ണൻ, സെക്രട്ടറി പി.കെ. ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണി ഹരിദാസൻ, ട്രഷറർ മുഹമ്മദ് കാസിം എന്നിവരാണ് പുതിയ കമ്മിറ്റി ഭാരവാഹികൾ. LC സെക്രട്ടറി അബ്ദുൾ റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം കമലം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി പി.കെ. ശശികുമാർ സ്വാഗതവും വിജയശ്രീ നന്ദിയും രേഖപ്പെടുത്തി. അതിന് പ്രിൻസിപ്പൽ എമൗണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ അതിന് 15% സബ്സിഡി തരും. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ എടുത്താൽ 60 മാസം കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും ഈക്വലായിട്ട് തിരിച്ചടച്ചാൽ നമുക്ക് പലിശയില്ല. ആ 1.5 ലക്ഷം രൂപ തന്നെയാണ് പലിശ. നമ്മൾ 10 എടുത്താൽ 10 രൂപ അടച്ചാൽ മതി. എന്റെ വാപ്പയോട് പോയിട്ട് 10 ലക്ഷം ചോദിച്ചാൽ മുഖത്ത് കാശൊക്കെ ഉണ്ട്, തരില്ല. അടാ അത് ശരിയാ, പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആ പൈസ മാത്രം തിരിച്ചടച്ചാൽ മതി. 1 രൂപ തിരിച്ചടക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കാസിം പറഞ്ഞു, നമ്മുടെ സഹകരണ ബാങ്ക് നന്നാവേണ്ടത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് നന്നായ മലപ്പുറം ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ആളുകളെ ഞാൻ അങ്ങോട്ടാണ് അയക്കുന്നത് 10 ലക്ഷം കൊടുക്കാൻ. നമ്മുടെ അടുത്ത് ഫണ്ടില്ല. ചെയ്താൽ കുട്ടി പറഞ്ഞു അങ്ങോട്ട്